ഗൈസ് ഡീസൽ ഓട്ടോമാറ്റിക് അന്വേഷിച്ചെടുക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം എന്താണ്, പെട്രോൾ കുറേ എത്തനോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തലവേദനകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അതൊരു പ്രശ്നമല്ല, എന്നാലും ഞാൻ പറയാണ്, ഡീസലിന് പൊതുവെ ഇത്തിരി ഡിമാൻഡ് കൂടി തുടങ്ങിയിട്ടുണ്ട്. ഇതാകുമ്പോൾ ഓട്ടോമാറ്റിക് ഡീസൽ വെറും 80,000 കിലോമീറ്റർ മാത്രം ഓടിയ ഒരു ക്ലീൻ പീസ് വണ്ടിയാട്ടത്. അപ്പോൾ ഈ വണ്ടി 80,000 കിലോമീറ്റർ ഓടി, ഞാൻ പറഞ്ഞു, ഫുള്ള് മേജർ സർവീസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, ലോൺ ഫെസിലിറ്റി അടക്കം വണ്ടിക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ആണ് വണ്ടിയുടെ രജിസ്ട്രേഷൻ വരുന്നത്. പക്ഷേ വണ്ടി തൃശ്ശൂരാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു തൃശ്ശൂരാണ് വണ്ടി കാണാൻ വരുന്നത്. മേജറായിട്ടുള്ള റീപ്ലേസ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല കേട്ടോ. ഈ സൈഡൊന്നും വേറെ മേജർ തട്ട് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ജസ്റ്റ് ഈ വണ്ടിയുടെ ഇൻറ്റീരിയർ ഒന്ന് കാണാം. ഇൻറ്റീരിയർ നോക്കി കഴിഞ്ഞാൽ കമ്പനി വരുന്ന സീറ്റ് അപ്പോൾസ്റ്ററിയാണ് എടുക്കുന്നത്. ഡാഷ്ബോർഡ് പക്കയാണ്. സ്റ്റിയറിങ് കാര്യങ്ങളൊന്നും അധികം റഫ്യൂസ് വന്നിട്ടില്ല. ജെന്യൂൻ കിലോമീറ്റർ ആട്ടോ, 80,000 എന്ന് പറയുന്നത് ജെന്യൂൻ കിലോമീറ്ററാണ്. ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഒരു വണ്ടി നോക്കുന്നവരാണെങ്കിൽ, അതായത് ഡീസൽ ഓട്ടോമാറ്റിക് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി. ഇനി ബാക്ക് സൈഡൊന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബാക്ക് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ സീറ്റ് അപ്പോൾസ്റ്ററി വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സീറ്റ് അപ്പോൾസ്റ്ററി തന്നെയാണ് ഇൻറ്റീരിയറിൽ കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ വണ്ടീനെ ഇങ്ങനെ കാണാൻ വേണ്ടിയത്, ഇത് ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറിയ ഷോർട്സുകൾ മാത്രം കാണാം. അപ്പോൾ യൂട്യൂബ് ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നടന്ന് നമുക്ക് വണ്ടി കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു സംഭവം ചെയ്യണം. സൈഡ് ബോഡി ലെവലായാലും വണ്ടി നീറ്റാണ്. വേറെ മേജർ റീപെയിൻറ്റ്സ് കാര്യങ്ങളൊന്നും വണ്ടിക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ മോഡൽ അലോയ് വീൽ അവൈലബിൾ അല്ല, സൺറൂഫ് അവൈലബിൾ അല്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിക്കല്ല, വാട്സപ്പ് ചെയ്താൽ മതി. നമ്മളിതുപോലെ വല്ല വീഡിയോസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫോൺ എടുക്കൽ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും. വാട്സപ്പ് ചെയ്താൽ ഞാൻ കുട്ടികളുടെ റിപ്ലൈ തരാം. തൃശ്ശൂർ ടൗണിൻ്റെ അടുത്താണ് വരുന്നത്. അവിടെയാണ് പാർട്ടിയുടെ സ്ഥലം. അവിടെ നിന്ന് വന്നാൽ നമുക്ക് വണ്ടി കാണാനും ഓടിച്ച് നോക്കാനുള്ള സൗകര്യം നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും പ്രീമിയം കാർ ടൗൺ ഭാഗത്തുണ്ടെങ്കിൽ എത്രയും വേഗം എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതുപോലെ വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. സോ അടുത്തൊരു പ്രീമിയം വണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.